നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് VS ജോയിയും ഷൗക്കത്തും കുരുക്കിൽ. കോൺഗ്രസിൽ കൂട്ടിയടി, രണ്ടും കൽപ്പിച്ച PV അൻവറും. തമ്മിലടിയും കുതികാൽ വെട്ടലുമൊന്നും കോൺഗ്രസിന് പുത്തരിയല്ല. അങ്ങനെയൊക്കെ കൊണ്ടും കൊടുത്തും തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ആട്ടിയാലും തുപ്പിയാലും അണുവിട മാറാതെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. കാണ്ടാമൃഗത്തിനെ വെല്ലുന്ന തൊലിക്കെട്ടിയുണ്ടെങ്കിലും ഇത്തവണ കുറച്ചു പണി കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്. എന്നും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ മാത്രം സമയം കണ്ടെത്തുന്ന കോൺഗ്രസുകാർക്ക് കൂനിന്മേൽ കുരു എന്നതുപോലെ പുതിയൊരു തലവേദന കൂടി വന്നു ചേർന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ആര് മത്സരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ തലവേദന. നിലമ്പൂർ സീറ്റിനു വേണ്ടി DCC അധ്യക്ഷൻ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള കടുംപിടുത്തം തുടരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ജോയിയും ഷൗക്കത്തും സ്വന്തം നിലയ്ക്ക് പ്രചാരണം കൂടി തുടങ്ങിയതോടെ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ സൂക്ഷ്മ വിലയിരുത്തൽ നടത്തുകയാണ് പാർട്ടി നേതൃത്വം. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ നേടാൻ നിലമ്പൂരിലെ ജയം കോൺഗ്രസിന് അനിവാര്യമാണെന്നിരിക്കെ പാർട്ടിയിലെ ഗ്രൂപ്പിസവും സാമുദായിക സമവാക്യങ്ങളും UDFിലെ മറ്റു പാർട്ടികളുടെ നിലപാടുകളും അൻവറിന്റെ അഭിപ്രായവും ഉൾപ്പെടെ പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. 55% മുസ്ലിങ്ങളും 20% ക്രൈസ്തവരും ബാക്കി ഹിന്ദുക്കളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ മണ്ഡലം. മലബാറിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന സഭയുടെ ആവശ്യം നിലനിൽക്കെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഭകളെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് VS ജോയിയെ പിന്തുണയ്ക്കുന്നവരുടെ കണക്കുകൂട്ടൽ. നിലമ്പൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് ചില മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും UDF മുന്നണിയുടെ ഭാഗമെന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ ലീഗ് പിന്തുണയ്ക്കും. സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലാണെങ്കിലും മണ്ഡലത്തിൽ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ലീഗ് അവരുടേതായ പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം സാമുദായിക പ്രാതിനിധ്യം നിയമസഭയിൽ കുറയുന്നുണ്ടെന്നും സമുദായത്തിൽ നിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കാന്തപുരം വിഭാഗവും സമസ്തയിലെ ഒരു വിഭാഗവും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. KC വേണുഗോപാലും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ താൽപര്യവും VS ജോയിക്ക് അനുകൂലമാണെന്നാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ അനുയായികൾ കോൺഗ്രസ് നേതൃത്വത്തിനും PV അൻവറിനുമെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ തൃശങ്കു സ്വർഗത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. മുനമ്പ വിഷയത്തിലുൾപ്പെടെ കോൺഗ്രസിന്റെ നിലപാടുകളിൽ അതൃപ്തിയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കൂടെ നിർത്താമെന്ന വിലയിരുത്തലിലാണ് VS ജോയിക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചത്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നേതാക്കൾ കാണുന്നുമുണ്ട്. DCC അധ്യക്ഷനെ തിരഞ്ഞെടുത്തപ്പോൾ ഉയർത്തിയ അതേ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയം അനുകൂലമല്ലെങ്കിൽ വീണ്ടും ഉയർത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. ജോയ്ക്ക് വേണ്ടി ഔദ്യോഗിക ഗ്രൂപ്പും ഷൗക്കത്തിനു വേണ്ടി മറ്റൊരു വിഭാഗവും സമ്മർദ്ദം ശക്തമാക്കുകയും ഇരുവരും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട സീറ്റിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും പിണക്കാതെയുള്ള പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക സമിതിയെ തന്നെ പാർട്ടി നിയോഗിച്ചതായാണ് ലഭിക്കുന്ന വിവരം. DCC പ്രസിഡന്റ് തന്നെ തർക്കത്തിന്റെ ഭാഗമായതോടെയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, AP അനിൽകുമാർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നേതാക്കൾ പ്രധാനമായും നടത്തുന്നത്. വഴങ്ങാൻ ഷൗക്കത്ത് തയ്യാറായില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മലബാറിലെ സുപ്രധാന സീറ്റ് ജോയിക്ക് നൽകാമെന്ന ഫോർമുലയിലൂടെ ജോയിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നേതൃത്വം നടത്തുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റായ തനിക്ക് തന്നെ സീറ്റ് ലഭിക്കണമെന്ന് ജോയിയും മുസ്ലിം ലീഗിനോട് പോരടിച്ച് കോൺഗ്രസിനെ നിലമ്പൂരിൽ വളർത്തിയ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ തനിക്ക് സീറ്റ് വേണമെന്ന ഷൗക്കത്തും വാശി പിടിച്ചാൽ അത് UDFന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.